അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. ആദരണീയരായ അലി ബാക്കവി ഉസ്താദ് ആറ്റുപുറം നമ്മളോടൊപ്പം ചേരുകയാണ്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആദരണീയരായ അധ്യക്ഷൻ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്. ഉസ്താദിനെ പുതിയ കാല സമൂഹത്തിന് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയുള്ള പൂർണ്ണാർത്ഥത്തിലല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഉസ്താദിൻ്റെ വൈജ്ഞാനിക ലോകത്തേക്കും പഠനകാലത്തേക്കും അതോടൊപ്പം അഹ്ലുസുന്നയുടെ ആദർശ വഴിയിലേക്കും ആത്മീയ ജീവിതത്തിലേക്കുമൊക്കെയുള്ള ഒരെത്തിനോട്ടമാണ് ഈ സെഷന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മളോട് പങ്കുചേർന്ന് സംസാരിക്കുന്നത് അലി ബാക്കവി ഉസ്താദ് അവറുകളാണ്. ഓക്കെ ഉസ്താദിൻ്റെ ശിഷ്യത്വമുണ്ട്. സുലൈമാൻ ഉസ്താദും ഓക്കെ ഉസ്താദിൻ്റെ ശിഷ്യരിൽ പ്രധാനിയാണ്. അതോടൊപ്പം ബഹുമാന്യരായ സുലൈമാൻ ഉസ്താദിനോടൊപ്പം പല ഘട്ടങ്ങളിലും ചേർന്ന് നിൽക്കുകയും ചില പ്രധാന യാത്രകളിൽ സഹയാത്രികനാകുകയും ഒക്കെ ചെയ്യാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവറുകളെക്കുറിച്ച് നമുക്ക് സന്തോഷപൂർവ്വം പങ്കുവെക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു തുടക്കം എന്നുള്ള അർത്ഥത്തിൽ ബഹുമാന്യരായ റഈസുൽ ഉലമ വൈജ്ഞാനിക രംഗത്തേക്ക് പോകുന്നതിൻ്റെ ഒരു പശ്ചാത്തലം, സാഹചര്യം, അത് സ്വന്തം നാട്ടിൽ നിന്നായിരുന്നോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി ആയിരുന്നോ എന്ന അർത്ഥത്തിൽ അവിടെ നിന്ന് ഉസ്താദിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബുഖാരി ദഅവാ കോളേജിലെ വിദ്യാർത്ഥികൾ വൈജ്ഞാനികമായി സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ പരിപാടി കഴിഞ്ഞ വർഷം ബഹ്റുൽ ഉലൂം ശൈഖുനയെക്കുറിച്ചാണ് ഞാനിവിടെ എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞത്. ഈ വർഷം ഇന്ന് ജീവിച്ചിരിക്കുന്ന റഈസുൽ ഉലമ ഉസ്താദിനെ സംബന്ധിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഇന്നലെ ഈ സമയം മുതൽ അസർ വരെ ഉസ്താദിൻ്റെ അടുത്താണുള്ളത്. കാരണം ജീവിച്ചിരിക്കുന്ന ആളുകളാവുമ്പോൾ പൂർണ്ണമായ ഇജാസത്ത് സമ്മതം തന്നെ വേണം. അപ്പോൾ ഞാൻ ഇന്നലെ ടൈമുണ്ടാക്കി ഉച്ചയ്ക്ക് 2 മണി മുതൽ അസർ വരെ ഉസ്താദിൻ്റെ ഹദറത്തിൽ ഉസ്താദ് വിശ്രമിക്കുന്ന സമയമാണ്. അപ്പോൾ അന്ന് ഞാൻ നോക്കിയില്ല. ഞാൻ നേരെ ഒപ്പാണ്ട് കിടന്നു, വർത്താനൊക്കെ തുടങ്ങി. അങ്ങനെ അന്വേഷിക്കലായിരുന്നു ഇന്നലത്തെ പതിവ്. അള്ളാഹു ഉസ്താദ് വലിയ സന്തോഷത്തിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അള്ളാഹു തആല ഉസ്താദിൻ്റെ ദറജ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. പഠിക്കണ മക്കളാകുന്ന നമുക്കും പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കൊക്കെ ഇതൊരു ഉപകാരത്തിൽ അള്ളാഹു ആക്കി തീർക്കട്ടെ. ഉസ്താദ് ചെങ്ങാനി പ്രദേശം എല്ലാവർക്കും അറിയാം. കുണ്ടോട്ടിക്കടുത്ത് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഉസ്താദിൻ്റെ വീട്, ചെങ്ങാനി. ഉസ്താദ് ഇടയാട്ട് എന്ന് പറയപ്പെടുന്ന കുടുംബ പേരാണ്. വലിയ തറവാട്ടുകാരാണ് അവർ. ഉസ്താദിൻ്റെ ബാപ്പ അഹമ്മദ് മുല്ലയാണ്. ഉമ്മ ഊരകം കൊടലിട എന്ന് പറയപ്പെടുന്ന കുടുംബത്തിൽ മുഹീദ്ദീൻ മുല്ലയുടെ മകള് ആയിഷയാണ് ഉസ്താദിൻ്റെ ഉമ്മ. ഞാനിതാദ്യം പറയുന്നത് ഇവിടെ ചോദ്യം ഉസ്താദിൻ്റെ വിദ്യാഭ്യാസമാണെങ്കിലും ഉസ്താദിൻ്റെ എല്ലാ വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രധാന ചവിട്ടുപടി മാതാപിതാക്കളാണ്. അതിനാണ് അത് ഓർമ്മപ്പെടുത്തിയത്. മാത്രമല്ല ഉസ്താദ് വിഷയങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഉമ്മാനും ബാപ്പാനും ആദ്യമായി സംസാരിച്ചു കൊണ്ടാണ് കാര്യങ്ങൾ ഉസ്താദ് ഇന്നലെ സംസാരിച്ചപ്പോൾ തുടങ്ങിയതും.
അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ തുടങ്ങുകയാണ്. എന്ത് വിഷയത്തിലും ഉമ്മാരും ബാപ്പാരും നമ്മൾ മുന്നിൽ വെക്കണമല്ലോ. അപ്പോഴല്ലേ നമ്മളെ ഇൽമിൽ കുരുത്തുണ്ടാവുകയുള്ളൂ. അള്ളാഹു കുരുത്തത്തിലാക്കട്ടെ. അഹമ്മദ് മൊല്ല മൂപ്പരെ വാപ്പ കമ്മദ് സൂഫി, വലിയ സൂഫിയാണ്. താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖിൻ്റെ മുരീദാണ്. വല്ലിപ്പ കച്ചവടക്കാരനായിരുന്നു. വലിയ വരിയിൽ സൂക്ഷ്മതയുള്ള ആളായിരുന്നു. കച്ചവടത്തിലൊക്കെ വെള്ളിയാഴ്ച ആയാൽക്കിരെ കട തുറക്കൂല. നേരം പുലർന്നാൽ ജുമുഅ കൊണ്ടുള്ള ശുഗലാണ്. കുളിക്കുക, അതുമായി ബന്ധപ്പെട്ട സുന്നത്തുകളൊക്കെ ചെയ്യുക, നേരത്തെ പള്ളിയിൽ പോവുക, അങ്ങനെയൊക്കെയായിരുന്നു വല്ലിപ്പാൻ്റെ നിലവാരം. അവരുടെ മകനാണ് അഹമ്മദ് മല്ല. മുഹീദ്ദീൻ റാത്തീബിൻ്റെ ആളായിരുന്നു ബാപ്പ. ചൊല്ലിയിട്ട് ഹാലൊക്കെ മാറി ഒച്ച ഉണ്ടാക്കി ചൊല്ലും എന്ന് ബാപ്പാനെക്കുറിച്ച് പ്രകീർത്തിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഹാല് മാറുന്ന ആ മർത്തബക്കല്ലേ തബത്തുൽ എന്ന് പറയാമെന്ന് ചോദിച്ചു. ഖുർആനിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടല്ലോ, തബത്തൽ ഇലൈഹി തബത്തീല. അപ്പോൾ ഉസ്താദ് പറഞ്ഞു അതുതന്നെയാണ്, ആ തബത്തുലാണത്. എല്ലാം മറന്ന് എല്ലാം മുറിഞ്ഞ് റബ്ബിൽ മാത്രം, ഈ ദിക്റിൻ്റെ പൊരുളിൽ മാത്രം ശുഗലായി വാപ്പ ഹാല് മാറുമായിരുന്നു. എൻ്റെ വാപ്പ അസ്ലി കിതാബുകളൊക്കെ മുതഫരീദ് 10 കിതാബൊക്കെ ഓതിയ ആളാണ്. അതുപോലെ തന്നെ നഹ്വ്, സുർ, മീസാൻ, അജ്നാസ് പോലെയുള്ള പ്രാഥമികമായി ഒരു മുത്തഅല്ലിമിൻ്റെ അടിസ്ഥാന ഉലൂമുകളൊക്കെ പഠിച്ച ആളാണ് എൻ്റെ വാപ്പ. അതും പറഞ്ഞു. എൻ്റെ ഉമ്മ മൊഹീദ്ദീൻ മല്ല ഉരകം കൊടലിട മൊഹീദ്ദീൻ മല്ലയുടെ മകളാണ്. ഉമ്മ വലിയ അസ്റാറുൽ ഹഖായിഖിൻ്റെ ആളായിരുന്നു. ആരെന്ത് പറഞ്ഞാലും ഈമാനിലേക്കാണ് മടങ്ങിപ്പോവുക. ഒരിക്കൽ എൻ്റെ അമ്മാവൻ ഇവിടെ കെട്ടിച്ചയച്ച വീട്ടിൽ കാണാൻ വന്നപ്പോൾ ഇവിടെ വീട്ടിൽ കത്തിക്കാനുള്ള വിറക് ഓലക്കൊടിയൊന്നും ഇല്ല. അപ്പോൾ അമ്മാവൻ പറഞ്ഞത്രേ, ഇജ്ജ് ഇങ്ങോട്ട് പോരെ എൻ്റെ ഒപ്പം എന്ന് പറഞ്ഞാലോ. ആരോട്? ഞാൻ ഉസ്താദിൻ്റെ ഒരു ശൈലിയും കൂടി ഉണ്ടാവും, പിന്നെ എൻ്റെ ശൈലി ഉണ്ടാവും, രണ്ടും കൂടി മുറക്കവയ്ക്കാരോ. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഇജ്ജ് ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാലോ, എനിക്ക് എൻ്റെ വാപ്പ ഇതാവക്കായത്തി ഓതാൻ പഠിപ്പിച്ച് തന്നിക്കണ്. അത് ഓതിയാൽ ആ ആൾക്ക് അന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞാക്ക പേക്കോളി, ഞാൻ ഇതാവക്കായത്തി ഓതലുണ്ട്, എനിക്കിവിടെ ഒരു പ്രയാസമില്ല, എനിക്കൊരു വിഷമമില്ല എന്ന് പറഞ്ഞ ആളാണ് ആര്? എൻ്റെ ഉമ്മ എന്ന് ഉമ്മാനെ വിശ്വാസപരമായി ഉയർത്തി കാണിക്കും എപ്പോഴും ആര്? ഉസ്താദ്. ആ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ചെറിയ മോനായിട്ടാണ് ആ ഉമ്മാക്കുള്ള കുട്ടികളെ കൊടുത്തൽ. വാപ്പ വേറെ കല്യാണം ചെയ്തതിലൊരു അഞ്ചൻ, ഒരു സഹോദരൻ, ഒരു പെങ്ങളും ഉണ്ട്. ഉസ്താദാണ്. ഉസ്താദിൻ്റെ കൂട്ടത്തിൽ 3 പെങ്ങന്മാരും 4 ജ്യേഷ്ഠന്മാരും ഉണ്ട് ഉസ്താദിന്. അങ്ങനെ ആയപ്പോൾ ഉസ്താദ് പറഞ്ഞ്, ഞാൻ സ്കൂളിലൊന്നും പോയിട്ടില്ല, ഞാൻ ഓത്തുപള്ളിയിലാണ് ആദ്യമായി പഠിച്ചത്. എൻ്റെ വാപ്പ ഒരു മനുഷ്യന് പഠിക്കൽ ഫർളൈനായ ഉലൂമുകളൊക്കെ ഖുർആൻ ഓതാനൊക്കെ എനിക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നു. വാപ്പാൻ്റെ അടുത്ത് തന്നെയാണ് എഴുതാനുള്ള കണക്കും കാര്യങ്ങളും, അങ്ങനെ ഉണ്ടല്ലോ, സ്കൂൾ സംബന്ധമായ അറിയേണ്ട കാര്യങ്ങൾ എഴുതാനും വായിക്കാനൊക്കെ ഞാൻ പഠിച്ചത്. അങ്ങനെയാണ് ഉസ്താദിൻ്റെ പഠനത്തിൻ്റെ തുടക്കം. ആദ്യമായി സ്വന്തം ബാപ്പ അഹമ്മദ് മല്ല തന്നെയാണ് ഉസ്താദിനെ വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുന്നത്. പിന്നെ ഉസ്താദിന് പ്രാഥമികമായ ഉലൂമൊക്കെ കഴിഞ്ഞപ്പോൾ അന്ന് മഹല്ല് പള്ളി, മുടക്കയിൽ പള്ളി എന്ന പള്ളി, ചെങ്ങാനിയിൽ അന്ന് ജുമാ ഇല്ല, മഹല്ലായിട്ടില്ല. മുടക്കയിൽ പള്ളി. ഉസ്താദ് ജനിച്ചത് 1942 3 ചേർന്നാണ്. 42, 40. ഉസ്താദ് ഇപ്പോൾ ഇന്നലെ പറഞ്ഞത് 43 എന്നാണ്. പക്ഷെ മുമ്പ് ഉസ്താദ് പറഞ്ഞപ്പോൾ 1942 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഒന്ന് ആഖിറും ഒന്ന് അവ്വലും ഉണ്ടാക്കിയിട്ട് കൂട്ടിയാലേ വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 1942 ജനിച്ച് വളർന്ന് ഇബ്തിദായിയായ ഉലൂമുകളൊക്കെ ബാപ്പനെ പഠിപ്പിച്ച് ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഓരോരോ ഹഖായിക്കുകൾ ഉമ്മ പറഞ്ഞതിൻ്റെ അനുഭവങ്ങൾ പറയും. ഉമ്മ വലിയ വിശ്വാസിയായിരുന്നു, ഉമ്മക്ക് ഭയങ്കര തവക്കുലായിരുന്നു എന്ന് പറയും. അങ്ങനെ ആ ഉമ്മാൻ്റെ നിർദ്ദേശപ്പാൻ്റെ നിർദ്ദേശപ്രകാരം
മുടക്കയിൽ പള്ളിയിൽ മഹല്ല് പള്ളിയിൽ നാട്ടേരൂട്ടിയായിട്ടാണ് ആദ്യമായി ഓതാൻ പോയത്. ആദ്യത്തെ പഠനം നാട്ടിലെ പള്ളിയിൽ മുടക്കയിലെ പള്ളി. അവിടുത്തെ ഉസ്താദ് ആ സിദ്ദീഖ് ആ ഭാഗത്തെ മുടക്കയിലുള്ള ഭാഗത്തുള്ള ഷംസുദ്ദീൻ മുസ്ലിയാരാണ്. അദ്ദേഹം ബഹറുൽ ഉലൂം ഷെയ്ഖുനാൻ്റെ ശിഷ്യനാണ്. ബഹറുൽ ഉലൂം ഷെയ്ഖുനാൻ്റെ ശിഷ്യനായ ഷംസുദ്ദീൻ മുസ്ലിയാരിൽ നിന്നാണ് ആദ്യമായി ഓതത്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ കിതാബ് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു വാപ്പാൻ്റെ തട്ടിയത് എറിഞ്ഞപ്പോൾ ഒരു 10 കിതാബ് കിട്ടി. അതേറ്റാണ് ഞാൻ ഓതാൻ പോയത്. രാവിലെ പോയാൽ ഉച്ചക്ക് ഇങ്ങോട്ട് പെരീക്ക് പോരും, കുറച്ചാണ് നടന്നു പോകണം, പിന്നെ പോകലില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 10 കിതാബിൽ ഒന്നാമത്തെ കിതാബ് ബാബ് മഅരിഫത്തു സുഗറയാണ്. അത് മറിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതല്ല, ഒരു മുത്തഅല്ലിം ആദ്യമായിട്ട് ഓതുക, മുത്തഫരിദാണ് ഓതുക. അത് 10 കിതാബിൽ രണ്ടാമത്തെ കിതാബാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഉസ്താദിനോട്, എന്താണ് ഉസ്താദുമാർ ബാബ് മഅരിഫത്തു സൂറ തുടങ്ങാതെ ആദ്യമായി മുത്തഫരിദ് കൊണ്ട് കിതാബ് തുടങ്ങാൻ കാരണം എന്താണ്? അറിയേണ്ടത് ഒന്നും കൂടി ബയാനിന് വേണ്ടിയിട്ട് ഇസ്തിഫ്സാർ ചെയ്തതാണ്, അറിയാത്ത ചോദിച്ചതല്ല. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഒരു മനുഷ്യൻ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായി തുടങ്ങുന്നത് ഏതിലാണ്? മുത്തഫരിദിലാണ്. അങ്ങനെ തന്നെ അൽഹംദുലില്ലാഹിൽ മുത്തഫരിദി ബിൽ ഉലൂഹിയാന, അള്ളാഹിനെക്കുറിച്ച് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു അറിവാണ് ഏത്? അൽ മുത്തഫരിദി ബിൽ ഉലൂഹിയ, ഇലാഹാകൽ കൊണ്ട് തനിച്ച അള്ളാഹു. ഇത് ആദ്യ അവ്വലു വാജിബിൻ അലൽ ഇൻസാനി മഅരിഫത്തുൽ ഇലാഹി ബിസ്തിഖാനീന. അതും പിന്നെ ഫത്തുൽ മീനൊക്കെ പറയുന്നുണ്ട് ഒരു മനുഷ്യനെ അറിഞ്ഞിരിക്കേണ്ടത് റസൂലുള്ളാഹിൻ്റെ പേര്. അപ്പോൾ ആ സ്വലാത്ത് എല്ലിനോടുത്ത് അലാ മുഹമ്മദിൻ സയ്യിദിന മുഹമ്മദിൻ അൽ മബ്ഊസ് ബി മക്ക വൽ മദ്ഫൂനി ബിൽ മദീനത്തി. ഇത് രണ്ടും ആരെക്കുറിച്ച് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടതാണ്, മുത്തു റസൂലുള്ളാഹിനെ. അപ്പോൾ അത് അവലിയായി ഒരു മുക്കല്ലഫായ മനുഷ്യൻ അറിയേണ്ട ആദ്യത്തെ അറിവ് കൊണ്ട് കൃത്യമായി പറയുന്ന കിതാബ് മുത്തഫരിദായതുകൊണ്ട് മുത്തഫരിദ് തുടങ്ങി. അങ്ങനെ കുറച്ച് കാലം അവിടുന്ന് അങ്ങോട്ട് മുത്തഫരിദൊക്കെ കണ്ട് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നീ നാട്ടിൽ ഓതിയേ പറ്റൂല എന്ന നിലയ്ക്ക് ഞാൻ നാട് വിട്ട് എന്തെങ്കിലും മുടക്കയിൽ നിന്നിട്ട് എവിടേക്ക് മാറി? പുകയൂർ പൊറ്റമ്മൽ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് ഓതാൻ പോയി. പുകയൂർ പൊറ്റമ്മൽ, അവിടേക്കാണ് നാട് വിട്ട് ആദ്യമായി ഓതാൻ പോകുന്നത്. അന്ന് അവിടുത്തെ ഉസ്താദ് എൻ്റെ നാട്ടുകാരൻ എണ്ടത്താണി പറയും, നിങ്ങളെ നാട്ടുകാരനാണ് എൻ്റെ ഉസ്താദ്, UK കുഞ്ഞിൻകുട്ടി മുസ്ലിയാരാണ്. ആ കുഞ്ഞിൻകുട്ടി മുസ്ലിയാരെക്കുറിച്ച് ഉസ്താദിനെക്കുറിച്ച് എപ്പോഴും അന്വേഷിക്കും എന്നോട്. ഞാൻ അന്വേഷിച്ചിട്ട് ഇതുവരെ ഒരു തുമ്പും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഈ അച്ചിപ്പറ എന്ന പ്രദേശം ഒരു വലിയ നാടാണ്. അതിലൊരു ഏരിയ മാത്രമാണ് ആറ്റുപുറം, അതിലൊരു ഭാഗം മാത്രമാണ് ആറ്റുപുറം. അപ്പോൾ അച്ചിപ്പറ മൂപ്പര എവിടെയാണെന്നൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അതേസമയം ഉസ്താദിന് മൂപ്പരെക്കുറിച്ച് അറിയാം. മൂപ്പർ കൊടുവായൂരാണ് മക്കളും കുടുംബങ്ങളൊക്കെ ഇപ്പോഴും ഉള്ളത്. ഉസ്താദ് ഈ കരുവന്തിരുത്തിയിൽ ഇമാമത്തിന് പോയി റമദാനിക്ക്, അവിടുന്ന് വഫാത്തായി. അവിടെ തന്നെ മറമാടിയെന്നാണ്. വഫാത്തായി അവിടുത്തെ മറമാടണം എന്നാണല്ലോ നമ്മളെ മസാല, കൊണ്ടോകരുത് എന്നാണല്ലോ. അവിടെ തന്നെ മറമാടിയ ഉസ്താദാണ് UK കുഞ്ഞിൻകുട്ടി മുസ്ലിയാർ. നമ്മളെ സുലൈമാൻ ഉസ്താദിൻ്റെ ബാപ്പ കഴിഞ്ഞിട്ടുള്ള ഉസ്താദുമാരിൽ രണ്ടാമത്തെ ഉസ്താദാണ് ആര്? UK കുഞ്ഞിൻകുട്ടി മുസ്ലിയാർ. അവിടുന്ന് അജ്നാസ്, നൂറുൽ അബ്സാർ പോലെയുള്ള കിതാബുകളൊക്കെ തീർത്ത് ജഞ്ചാനാകുമ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു? പെങ്ങളെ കെട്ടിച്ച നാട് തന്നെയാണ്. അപ്പോൾ പെങ്ങളെ വീട്ടിൽ തന്നെയാണ് ചെലവിന് പോകൽ. മൂത്ത പെങ്ങളാണ്, വീട്ടിൽ തന്നെ ചെലവിന് പോകൽ. അപ്പോൾ അളിയൻ പെങ്ങളെ ചീത്ത പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു? ചീത്ത പറഞ്ഞത് പ്രത്യേക ചീത്തൊന്നുമല്ല. ഇവർക്ക് അന്ന് അടിമകളുണ്ട്, വലിയ ടോപ്പ് കുടുംബമാണ് അവർ. വീട്ടിലെന്തുണ്ട്? അടിമകളുണ്ട്. അപ്പോൾ അടിമകളുടെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടീനെ ഉസ്താദിൻ്റെ പെങ്ങൾ ചെക്കാന്ന് വിളിച്ചാലോ, എടാ ചെക്കാന്ന്. അപ്പോൾ ഉസ്താദിൻ്റെ അളിയൻ പെങ്ങളെ ഭർത്താവ് പറഞ്ഞത്, എനിക്ക് ചെക്കാന്ന് വിളിച്ചു, ഞങ്ങൾക്ക് കുട്ടിയെന്ന് വിളിച്ചുകൂടേന്ന്. ഇത്ര ചോദിച്ചിട്ടുള്ളൂ. ഈ ചെക്കാന്ന് വിളിച്ചു ഞങ്ങൾക്ക് കുട്ടിയെന്ന് വിളിച്ചുകൂടേന്ന് ചോദിച്ചാലോ. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല, വീട്ടിലേക്ക് പോന്നു.
അപ്പം മുടക്കിയിൽ മുദരിസ് മാറിയിരിക്കണ് നാട്ടിലെ പള്ളിയിൽ. മലയിൽ വീരാൻകുട്ടി മുസ്ലിയാരുടെ അനുജൻ വലിയ സൂഫിയായ മലയിൽ ഉണ്ണിൻകുട്ടി മുസ്ലിയാരാണ് ഇവിടുത്തെ മുദരിസ്. ഇവിടുത്തെ മുദരിസ് മുടക്കിയിലെ മുദരിസ്. അപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് ഓതാൻ പോയി. ഉസ്താദ് വലിയ സൂഫിയാണ്. ഭൗതികമായ ചിന്തകളും താല്പര്യങ്ങളും ഒന്നുമില്ല, ശമ്പളം ചോദിക്കില്ല, ഒന്നുമില്ല. പക്ഷെ കുറേ കണ്ട് ഓതിത്തരുമ്പോൾ ഹാല് മാറും. ഹാല് മാറുമ്പോൾ പിന്നെന്താ, ചിലപ്പോൾ അവിടെ നിന്ന് പോവും. അങ്ങനെയൊക്കെയാണ്. ആരെ മൂപ്പരുണ്ടാക്കിയ വെയ്ത്താണ് ഏത്? സാഹിബുൽ ബോറാഖിവ റഫറഫിൽ അലാ റസൂലുള്ളാഹ് സലവാത്തു തഹിയാത്തുൻ അലൈഹി സലാം. അവിടെ ഓതി. അവിടുന്ന് കുറേ കിതാബുകൾ, അവിടുന്നാണ് സബുഅത്ത് കുത്തുബ് ഓതിയത്, ബെയ്ത്ത് കിതാബുകൾ ഓതിയത്, അങ്ങനെയുള്ള ഒരു സെനൂസിയ ഓതിയത്. ഇങ്ങനെ ഓതേണ്ട ഒരു മുത്തല്ലിം ഓതേണ്ട, അവലിയായി ഓതേണ്ട കുറേ കിതാബുകളുണ്ട്. അതൊക്കെ ഓതിത്തന്നത് മലയിൽ ഉണ്ണിൻകുട്ടി മുസ്ലിയാരാണ്. മൂപ്പരൊരു മദ്ഹ് പറഞ്ഞു. മൂപ്പര് പെണ്ണ് കിട്ടിയത്ര. പെണ്ണ് കിട്ടിയിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞാലോ, എനിക്ക് അന്നെ ഇങ്ങനെ നോക്കാനൊന്നും കഴിയൂല, എനിക്ക് എന്നെക്കൊണ്ട് ഷൂലാകാൻ കഴിയൂല എന്നറിഞ്ഞു തൊലാക്ക് ചൊല്ലി മൂപ്പര് പിന്നെ അസൂബായി ജീവിച്ചു എന്നാ. അങ്ങനെ അവിടുന്ന് ബഹുമാനപ്പെട്ടവർ ഓതിക്കൊടുത്ത് കുറേ കിതാബുകളൊക്കെ ഓതിക്കൊടുത്തപ്പോൾ ചുരുക്കത്തിലൊരു 2-3 വർഷം ഈ മുടക്കയിലും പിന്നെ ആദ്യം പിന്നെ പറഞ്ഞ രണ്ടാമത്തെ സ്ഥലം ഇവിടെ നിങ്ങൾ മറന്നാ പൊറ്റമ്മല് നീറ്റാണിമ്പല്ലേ ഈ 2 സ്ഥലത്തായിട്ട് 2-3 വർഷം അങ്ങനെ കഴിഞ്ഞു. പിന്നെ പറഞ്ഞത്ര എന്ത്, നിങ്ങൾ എന്ത് ചെയ്തോളി, ഞാൻ മുത്താലിമായി മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മൂപ്പര് അവിടുന്ന് വിട്ടിട്ട് കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ദർസിൽ പോയി ചേർന്ന് മരണം വരെ മുത്താലിമായിട്ട് ജീവിച്ച് മരണപ്പെട്ടു. ഓമച്ചപ്പോഴാണ് മൂപ്പര് മറവിട്ട് കിടക്കണമെന്നാണ്. ആര്? മലയിൽ ഉണ്ണിൻകുട്ടി മുസ്ലിയാർ. ചോദിച്ചോളൂ. ഉണ്ണിൻകുട്ടി മുസ്ലിയാർ. ഉണ്ണിൻകുട്ടി മുസ്ലിയാർ. ഈ ഉണ്ണിൻകുട്ടി മുസ്ലിയാരുടെ അടുക്കൽ ഉസ്താദ് നിൽക്കുമ്പോൾ ഉസ്താദിൻ്റെ പ്രാഥമികമായൊരു പഠനമാണല്ലോ ആ ഘട്ടത്തിൽ നടക്കുന്നത്. ആ പ്രാഥമിക പഠനത്തിൻ്റെ കാലത്ത് ഉണ്ണിൻകുട്ടി മുസ്ലിയാർ ഉസ്താദിനെ ശിക്ഷണം ചെയ്തതിൻ്റെ രീതികൾ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് വല്ലതും? ശിക്ഷണം ചെയ്ത മൂപ്പര് ഇവിടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, മൂപ്പര് ദർസില്ലാത്ത പള്ളികളിൽ മൂപ്പര് വരലാണ്. മൂപ്പരുടെ സ്വഭാവം അങ്ങനെ. ദർസില്ലാത്ത ഒരു ഇമാറത്തൊന്നും വേണ്ടതുപോലെ ഇല്ലാത്ത ഒരു നാടിങ്ങനെ വന്നു നോക്കിയിട്ട് നാട്ടേരി ആളുകളെയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ എന്തിന് പറ്റും, ദർസിന് പറ്റും എന്ന് കണ്ടെത്തിയിട്ട് മൂപ്പര് ശമ്പളമൊന്നും ഇല്ലാതെ എന്ത് തുടങ്ങലാണ്, ദർസ് തുടങ്ങലാണ് മൂപ്പരെ പണി. അപ്പോൾ ആ ഓതാൻ പറ്റാവുന്ന കുട്ടികളെ ആരും എടുക്കുകയുള്ളൂ. മൂപ്പര് എടുത്ത് ദർസ് തുടങ്ങി. ദർസ് ഇങ്ങോട്ട് വിപുലമായി വന്നാൽ മൂപ്പര് പിന്നെ നാട്ടുകാരെ വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങൾ നടത്തിക്കോളി, ഞാനെന്ത് ചെയ്യാണ്, ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകലാണ് അത്ര മൂപ്പരെ പതിവ്. പിന്നെ ഭൗതികമായ താല്പര്യങ്ങളൊന്നും ആർക്കും ഇല്ല, ഉണ്ണിൻകുട്ടി ഉസ്താദിനില്ല. ജീവിതം ഒരു ആകർഷണീയമാണ്, ആണ് മൂപ്പരെ ശൈലി. അപ്പോൾ വാക്ക് ഉസ്താദിൻ്റെ ഒക്കെ ശൈലി അങ്ങനെയാണ്. പ്രത്യേകമായി മുത്താലിമീങ്ങളോട് പറഞ്ഞുണ്ടാക്കാതെ ജീവിതം എന്താണ്, ഒരു ആകർഷണീയമാണ്. മൂപ്പര് പിന്നെ അവിടെ വിട്ടത് എന്ത് പറഞ്ഞിട്ടാണ്, ഇവിടെ ഒരു സുലൈമാൻ റയീസുലുലമ അടക്കമുള്ള കുട്ടികളോട് പറഞ്ഞു, നിങ്ങളിഞ്ഞേ 6 ആളും കൂടി കൈപ്പറ്റ വീരാൻകുട്ടി ഉസ്താദ് ഇരുമ്പുചോല ദർസ് നടത്തുന്നുണ്ട്. മൂപ്പര് നല്ല തഹക്കീക്കുള്ള ആലിമാണ്, അവിടെ പോയി ഓതിക്കോളി എന്ന് പറഞ്ഞ് അവിടേക്ക് പറഞ്ഞയച്ചൊക്കെയാണ്. ആരെ? സുലൈമാൻ ഉസ്താദിനെയും ഷെരീഖുമാരും. ആ സമയത്ത് ഈ ഭാഗത്ത് ഇവിടെ ഈ പെരുവള്ളൂർ ഭാഗത്ത് കൊരൂർ ത്വരീക്കത്തുകാരുണ്ട്. കൊരൂർ ത്വരീക്കത്ത് പറഞ്ഞാൽ അറിയില്ല, താമരശ്ശേരി ത്വരീക്കത്തുകാരുണ്ട് അവിടെ ഉണ്ട്. അതങ്ങനെ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ത്വരീക്കത്താണ്. അതിന് എതിരില്ലാണ്ട് വയലു പറഞ്ഞു മൂപ്പര്. അതിന് എതിരില്ലാണ്ട് വയലാണ്ട് പറഞ്ഞിട്ട് മുർത്തദാണ് അവർ, ഇസ്ലാമെന്ന് പുറത്താണ് അവർ എന്നൊക്കാണ്ട് പറഞ്ഞിട്ട്, അപ്പോൾ അതിൽ ആ നാട്ടിലുള്ള വലിയ കാര്യപ്പെട്ടവരൊക്കെ കുടുങ്ങിക്കണ് ഈ മുർത്തദിൽ. ആരെ വയലിൽ? മൂപ്പര വയലിൽ. അങ്ങോട്ട് പറഞ്ഞിട്ട് അതിൽ ആ നാട്ടിലാകെ പ്രശ്നമായി. നാട്ടുകാരൊക്കെ കൂടി ആരെടുത്ത് പോയി, കുത്തുബീരെ അടുത്ത് പോയി. ആരെടുത്ത് പോയി? കുത്തുബി തങ്ങളെ അടുത്ത് പോയി. കുത്തുബി തങ്ങളെ ഇഷ്യനാണ് ആര്? ഉണ്ണിൻകുട്ടി മുസ്ലിം. മലയിൽ ഉണ്ണിൻകുട്ടി മുസ്ലിം ആരെ ഇഷ്യനാണ്?
കുത്തുബി തങ്ങളെ ശിഷ്യനാണ്. അപ്പോൾ കുത്തുബി തങ്ങളുടെ മറ്റൊരു ശിഷ്യനെ കൊരൂർ ത്വരീഖത്ത് വിശദീകരിക്കാൻ വേണ്ടി ആര് പറഞ്ഞയച്ചു? കുത്തുബി തങ്ങൾ. അന്ന് ഈ പറഞ്ഞ കൂട്ടത്തിൽ ഉണ്ണിൻകുട്ടി ഉസ്താദ് പറഞ്ഞത്രേ, ഇത് ഞാൻ പറഞ്ഞതല്ല, 40 ആളുകൾ ഒപ്പുവെച്ച ഫത്വ ഉണ്ട് അതിന് റയീസുലമ പറഞ്ഞത് അത് സമസ്തക്കുള്ളൊരു അംഗീകാരമാണ്. അത് എന്തിനുള്ളൊരു അംഗീകാരമാണ്? ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മഹാപണ്ഡിതനും ഒലിയുമായ ഉണ്ണിൻകുട്ടി ഉസ്താദിൻ്റെ സമസ്തക്കുള്ളൊരു അംഗീകാരമാണ് ഏത് ആ പറഞ്ഞ വാക്ക്. 40 ആൾ ഒപ്പുവെച്ച ഫത്വ ഉണ്ട് അവർ മുർത്തദ്ദാണെന്നുള്ളതിന്. അവിടെ അയിമലാണ് സമസ്തൻ്റെ പുടുത്ത ആരെടുത്ത് റയീസുലമക്കുള്ളത്. ഉണ്ണിൻകുട്ടി ഉസ്താദ് ആ വാക്ക് പറഞ്ഞു എന്നുള്ളിടത്താണ് പുടുത്തുള്ളത്. തൻ്റെ പ്രാഥമികമായ പഠനത്തിന് വേണ്ടി വഴി നടത്തിയ ഉസ്താദിൽ നിന്ന് തന്നെ സംസ്ഥയിലേക്കുള്ള ഒരു ദിശ ലഭിച്ചു. അത് ഉസ്താദ് വലിയ കാര്യമായിട്ട് മനസ്സിൽ നോട്ട് ചെയ്തൊരു പോയിൻ്റാണ്. ഏത്? 40 ആളുടെ ഫത്വ ഇവർ മുർത്തദ്ദാണെന്നുള്ളതിനുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ കുത്തുബി തങ്ങൾ പറഞ്ഞു, ഉണ്ണിൻകുട്ടി മൗലവി അങ്ങനെ പറഞ്ഞിരിക്കണമെങ്കിൽ മൂപ്പര് ഹക്കേ പറയുള്ളൂ. അത് പറഞ്ഞാണ് കുത്തുബി തങ്ങൾ പറഞ്ഞാണ്. ഉണ്ണിൻകുട്ടി മൗലവി അങ്ങനെ പറഞ്ഞിരിക്കണമെങ്കിൽ എന്തേ പറയുള്ളൂ, ഹക്ക് മാത്രമേ മൂപ്പര് പറയുള്ളൂ, നിങ്ങൾക്ക് അറിയണമെങ്കിൽ മൂപ്പരെ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ശിഷ്യൻ എന്ത് ചെയ്തു, പറഞ്ഞയക്കുകയും മൂപ്പര് പറഞ്ഞ് ഈ ഫത്വകളൊക്കെ വിശദീകരിച്ച് സംസാരിച്ച് ഒരുപാട് ആളുകൾ കൊരൂർ ത്വരീഖത്തിൽ നിന്ന് എന്ത് ചെയ്തു, രാജിവെച്ച് ആ നാട്ടിൽ നിന്ന് ആ ത്വരീഖത്തിൻ്റെ ശക്തി കുറയാൻ ഒരു കാരണമായി തീർന്നത് ആരെ പ്രസംഗമാണ്? ഈ കൊരൂർ ത്വരീഖത്തിൻ്റെ നാട്ടിലുണ്ട്, മനസ്സിലായത്? അങ്ങനത്തെ ഒരു ഷെറഫിൻ്റെ നാട്ടിലുണ്ട്. അപ്പോൾ അള്ളാഹു നമ്മളൊന്നും ആ ഷെറിൽ പെട്ടിട്ടില്ല, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ ഉസ്താദ് പിന്നീട് എവിടേക്ക് പോവാണ്? 6 ശരീക്കുമാരും കൂടി ആരെ ദർസിൽ പോവാണ്? കൈപ്പറ്റ ഉസ്താദിൻ്റെ ദർസിൽ പോവാണ്. കൈപ്പറ്റ വീരാൻകുട്ടി ഉസ്താദിൻ്റെ സുലൈമാൻ ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഉസ്താദുമാർ വ്യത്യസ്ത ഉസ്താദുമാരിലേക്ക് ഇങ്ങനെ മാറിപ്പോകുന്നൊരു അനുഭവമുണ്ട്. ആ സന്ദർഭങ്ങളിൽ പൊതുവെ ഒരു ഉസ്താദിൽ നിന്ന് ചിലപ്പോൾ ഉസ്താദുമാർ സ്വയം പറഞ്ഞേക്കുന്നുണ്ടാകും, അല്ലാതെ മുത്തഅല്ലിമിൻ്റെ താല്പര്യത്തോടു കൂടെ പോകുന്നതുണ്ടാവും. 2 നിലക്കുണ്ടാവും. സുലൈമാൻ ഉസ്താദിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ സംഗതികൾ ഉണ്ടായത് എന്നതിനെക്കുറിച്ച് കൂടെ അറിയാൻ താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞേക്കുന്ന ഉസ്താദുമാർ ഇപ്പോൾ പുതിയ കാലത്ത് ഒരു ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് മറ്റൊരു ഉസ്താദിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുക എന്നുള്ളത് കുറച്ചുകൂടെ ഒരു സങ്കീർണത ഉണ്ട് എന്നാണ് തോന്നുന്നത്. സുലൈമാൻ ഉസ്താദിൻ്റെ ഒരു ജീവിതത്തെ കൂടെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്കതിനെ കാണാൻ പറ്റും? സുലൈമാൻ ഉസ്താദ് തൻ്റെ ഉസ്താദ് ശരീക്കുമാർ എവിടേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതാണ്. ഉണ്ണിൻകുട്ടി ഉസ്താദിനെ ആര് വിട്ടതല്ല, ഉസ്താദോ കൂടെയുള്ളവരോ വിട്ടതല്ല, മറിച്ച് ഞാനിനി മുത്തഅല്ലിമായി ജീവിച്ച് മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ദർസിൽ പോയി മൂപ്പര് മുത്തഅല്ലിമായി കൂടുകയാണ്. ആര്? ഉണ്ണിൻകുട്ടി ഉസ്താദ്. മലയിൽ വീരാൻകുട്ടി മുസ്ലിയാരുടെ അഞ്ചനാണ് ആര്? ഉണ്ണിൻകുട്ടി മുസ്ലിയാർ. മലയിൽ വീരാൻകുട്ടി മുസ്ലിയാർ പറഞ്ഞാൽ ഒരു വലിയ മഹാപണ്ഡിതൻ ഉണ്ട്, മൂപ്പരുടെ അഞ്ചനാണ് ആര്? ഉണ്ണിൻകുട്ടി ഉസ്താദ്. കുത്തുബി തങ്ങളെ ശിഷ്യനുമാണ് ആര്? ഉണ്ണിൻകുട്ടി ഉസ്താദ്. അങ്ങനെ ഇവിടെ ചെല്ലുമ്പോൾ അന്ന് കൈപ്പറ്റ ഉസ്താദ് ഇരുമ്പുചോല ദർസ് നടത്തിയ ദർസിലേക്ക് കയറി ചെല്ലുമ്പോൾ കൈപ്പറ്റ ഉസ്താദ് മുസ്ലിം ദർസ് കഴിഞ്ഞ് വരുന്ന സഹീഹ് മുസ്ലിം ദർസ് നടത്തിയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവർ ചെന്ന് കണ്ട് ഞങ്ങളങ്ങനെ മുടക്കിന്ന് ഉണ്ണിൻകുട്ടി വലിയൊരു പറഞ്ഞയച്ചാണ്, ഇവിടെ ഓതാനാണ് പറഞ്ഞത്. അപ്പോൾ ചോദിച്ചത്ര ഉണ്ണിൻകുട്ടി വലിയൊരു പറഞ്ഞയച്ചതാണോ? അത് പറഞ്ഞ അന്ന് ഇവിടെ ഓതിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഓതുമ്പോൾ അവിടെ പിന്നെ കിതാബ് പെട്ടെന്ന് തീരൂല. എവിടെ? കൈപ്പറ്റ ഉസ്താദിൻ്റെ അടുത്ത്. അപ്പോൾ കൈപ്പറ്റ ഉസ്താദിൻ്റെ ദർസിൽ ഓതുമ്പോൾ ഉസ്താദ് ഓതാത്ത കുറേ കിതാബുകൾ മറ്റ് അവിടെ ഓതുന്ന വലിയ മുത്തഅല്ലിമീങ്ങൾ എത്തുന്ന എന്ത് ചെയ്തിട്ടുണ്ട്? ഉസ്താദ് ഓതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉസ്താദ് അനുസ്മരിച്ചൊരു ഉസ്താദാണ് വല്ലപ്പുഴ ഉണ്ണിൻകുട്ടി മുസ്ലിയാർ. അപ്പോൾ 2 ഉണ്ണിൻകുട്ടി മുസ്ലിയാർ ആർക്കുണ്ട്? റയീസുലമനെ കുറിച്ച് പഠിക്കണമെങ്കിൽ വേറിരിച്ച് പഠിക്കണം. വല്ലപ്പുഴ ഉണ്ണിൻകുട്ടി മുസ്ലിയാർ ആരെ ദർസിലെ വലിയ മുത്തഅല്ലിമാണ്? കൈപ്പറ്റ ഉസ്താദിൻ്റെ ദർസിലെ വലിയ മുത്തഅല്ലിമാണ്. അതോടൊപ്പം മൂപ്പരാണ് പിന്നെ ഫത്ഹുൽ മുഈനും അങ്ങനെയുള്ള കുറേ കിതാബുകൾ ഓതിക്കൊടുത്തത് ആരാണ്? വല്ലപ്പുഴ ഉണ്ണിൻകുട്ടി മുസ്ലിയാർ CM വലിയുള്ളാൻ്റെ ശരീക്കാണ് ബാക്കിയാത്തിൽ. ആരെ ശരീക്കാണ്? CM വലിയുള്ളാൻ്റെ ശരീക്കാണ് ആര്?
വല്ലപ്പോഴും ഉണ്ണിക്കുട്ടി മുസ്ലിയാരിപ്പോൾ റയീസുല്ലം ഇന്നലെ പ്രശംസിച്ചത് അതാണ്. ആര്? CMൻ്റെ ശരി. CM ഹാല് പിടിച്ച് ഒരു സമയം കാറിലിങ്ങനെ പോകുമ്പോൾ വല്ലപ്പുഴ കൂടി പോയത്ര, വല്ലപ്പുഴ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഉണ്ണിക്കുട്ടി മുസ്ലിയാരെ വീടിൻ്റെ മൂപ്പർക്ക് അറിയൊന്നുമില്ല. ഇവിടെ നിർത്തുക എന്ന് പറഞ്ഞല്ലോ, ഇവിടെ എൻ്റെ ഒരു ശരീക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ അവിടെ വണ്ടി നിർത്തി. ഉടനെ തന്നെ മൂപ്പർക്ക് വിവരം കിട്ടിയാർക്ക് പെരിയിൽ വിവരം കൊടുത്തു, ഇങ്ങനെ CM നിങ്ങളെ കാണാൻ വന്നിട്ട്. അപ്പോൾ മൂപ്പർ ഓടി വന്ന് കണ്ട് CM എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ CMനോട് അപ്പോൾ മൂപ്പരെ കാലുമേ ഒരു മാറാവ്യാധി ചൊറിയുണ്ട്. ആരെ കാലുമേ? ഉണ്ണിക്കുട്ടി മുസ്ലിയാരുടെ കാലുമേൽ. അപ്പോൾ അത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊരു മാറാത്ത ചൊറിയാണ്, ഞാനിതുകൊണ്ട് ഇടങ്ങേറായിക്കണമെന്ന് പറഞ്ഞു. ആര്? ഉണ്ണിക്കുട്ടി മുസ്ലിയാർ. ശരീക്കന്മാരാണ്. അപ്പോൾ CM ഇത് പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നില്ല, നിങ്ങളെ കാണലാണ് എൻ്റെ ലക്ഷ്യം, ഞാൻ നിങ്ങളെ കണ്ടു, നിങ്ങളെ കാലിലെ ചൊറി ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു, ഇനി നിങ്ങൾക്കിനി വേണ്ട. അത് അന്ന് സുഖപ്പെട്ടത്, പിന്നെ ഉണ്ടായിട്ടില്ല. ഏത്? വല്ലപ്പോഴും ഉണ്ണിക്കുട്ടി മുസ്ലിയാരുടെ കാലിൻ്റെ ചൊറി ആര് മാറ്റിയതാണ്? CM വലിയുള്ളായി മാറ്റിയത്. ഉണ്ണിക്കുട്ടി മുസ്ലിയാരാണ് കുറേ വലിയ കിതാബുകളൊക്കെ ഓതിക്കൊടുത്ത്. പിന്നെ അവിടുന്ന് ചെറുശോല വീരാൻകുട്ടി ഉസ്താദിൻ്റെ അവിടുന്ന് ഖവായിദുൽ ലോകത്ത് ഓതിയിട്ടുണ്ട്. അതിൽ കിസ്മുൻ നെഹ്വിൻ്റെ കിസ്മാണ് ആരടുത്തുനിന്ന് ഓതിയത്? ചെറുശോല വീരാൻകുട്ടി നമ്മളെ നുസ്രത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന മൂപ്പരുടെ അടുത്തുനിന്നാണ്. അതേമാതിരി ആ ദർസിൽ നിന്ന് പിന്നെ മൂപ്പർ ഓതിയത് മറ്റത്തൂർ മൂസോലിയർ അടുത്തുനിന്ന് തസ്രീഹി മന്ദിക്ക് ഓതിയിട്ടുണ്ട്. ആരേ? തസ്രീഹി മന്ദിക്ക് ഓതിയിട്ടുണ്ട്. പിന്നെ കുട്ടശ്ശേരി സയ്യിദ് മുസ്ലിയാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്ന് കൈപ്പറ്റ ഉസ്താദ് നഫായിസ് ഓതി കൊടുക്കൂലല്ലോ. ഏത് ഓതി കൊടുക്കൂല? നഫായിസ് ഓതിയാൽ തിരിയണമെങ്കിൽ മുക്തസർ ഓതണമെന്ന് അറിയുമ്പോലോ. ആര്? കൈപ്പറ്റ ഉസ്താദ്. നഫായിസ് ഓതിയാൽ മനസ്സിലാവണമെങ്കിൽ ഏതോതണം? മുക്തസർ ഓതണം. മുക്തസർ ഓതിയവർക്ക് പിന്നെ ഏതോതേണ്ട ആവശ്യമില്ല, നഫായിസിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നഫായിസ്. അപ്പോഴാണ് കുട്ടശ്ശേരി സയ്യിദ് പറഞ്ഞത് ആരോട്? സുലൈമാൻ ഉസ്താദിനോട്, അത് ഓല മർത്തബയാണ്, ഓൽക്കത് വേണ്ട, ഞമ്മക്കതൊക്കെ ഓതണം, നിങ്ങൾ വരിക ഞാൻ ഓതി തരാം. കാരണം നഫായിസ് ആര് ഓതി കൊടുത്തു? ആ ഉസ്താദുമാരൊക്കെ വലിയ ഉസ്താദുമാരുടെ ബഹുമാനത്തിലാണ് ആരനുസ്മരിക്കൽ. എൻ്റെ ഉസ്താദാണ്, ഇതിനൊന്നും യാതൊരു മടിയില്ല. എൻ്റെ ഉസ്താദാണ് ആര്? കുട്ടശ്ശേരി. ഇങ്ങനെ ചെറുശോല ഉസ്താദ് സഭയിലുണ്ടെങ്കിൽ മുന്നിൽ നടക്കുമല്ലോ. ചെറുശോല ഉസ്താദൊക്കെയുള്ള സഭയിൽ വന്നാൽ എന്ത് ചെയ്യൂല? ചെറുശോല ഉസ്താദിനെ മുന്നിൽ നടത്തിയിട്ട് ബാക്കിൽ ആര് നടക്കുള്ളൂ? റയീസുലുലമ നടക്കുകയുള്ളൂ. ഇത് നമ്മളൊരു അനുഭവമാണ്. അത്ര ബഹുമാനമായിരുന്നു. അങ്ങനെ കൈപ്പറ്റ ഉസ്താദിൻ്റെ ദർസിൽ കൈപ്പറ്റ ഉസ്താദ് ഓതി കൊടുത്തിട്ടുണ്ട്, പല കിതാബുകളും മഹല്ലിയൊക്കെ ഓതി കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് 4.5 വർഷം എവിടെ ഓതി? കൈപ്പറ്റ ഉസ്താദിൻ്റെ ദർസിൽ ഇരുമ്പു ചോല ഓതി. 4.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ഓത്ത് ഓതിയാൽ കിതാബ് മുഴുവൻ ഓതി തീരൂല എന്നൊരു തോന്നൽ വന്നപ്പോൾ മൂപ്പരും നമ്മുടെ AK ഉസ്താദ് ഉസ്താദില്ലേ, നിങ്ങളെ നിങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. AK ഉസ്താദ് എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ്. AK ഉസ്താദിനോട് പറഞ്ഞല്ലേ, നമ്മൾ ചാലിയത്ത് OK ഉസ്താദ് ദർസ് നടത്തുന്നുണ്ട്, നമ്മൾ അവിടെ ദർസൊന്ന് കാണാൻ പോവുകയാണ്. അങ്ങനെ ചാലിയത്തെ ദർസ് കണ്ട് വന്നപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും ഭയങ്കര പൂതിയായി ഇവിടെ ഓതാൻ, ചാലിയത്ത് പോയി ഓതാൻ. അപ്പം എന്തിനാപ്പം നമ്മൾ മറച്ചു വെക്കണ്? നമ്മൾ കൈപ്പറ്റ ഉസ്താദിനോടാണ് പറയുക വിവരം. അങ്ങനെ ഇവർ രണ്ടാളും കൂടി ചെന്നിട്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ചാലിയത്ത് ഓടക്കൽ ഉസ്താദിൻ്റെ അടുത്ത് ഓതാൻ വലിയ ആഗ്രഹമുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് ഓതാൻ പോട്ടെ എന്ന് ചോദിച്ചാലോ. ഉടനെ പറഞ്ഞത്രേ, അവർ ഇൽമിലും നെസബയിലും ഉയർന്ന മഹാനാണ്. കൈപ്പറ്റ ഉസ്താദ് ആരെ പറ്റി പറഞ്ഞു? ഇൽമ കൊണ്ടും നെസബ കൊണ്ടും ഉയർന്ന മഹാനാണ്. ആര്? ഓതാണെങ്കിൽ അവരെ അടുത്തൊക്കെ പോയിട്ടാണ് ഓതേണ്ടത്. അവിടെ പോയി ഓതിക്കോളി, ഞങ്ങൾക്ക് സമ്മതം തന്നേക്കണ് എന്ന് ആര്? കൈപ്പറ്റ ഉസ്താദിൻ്റെ ആ ഒരു ബഹുമാനം, ആ ഒരു വിധേയത്വം ആര് പറയും? നമ്മളങ്ങനെയല്ലല്ലോ പറയാം, എനിക്ക് ഇവിടെ ഓതിയാൽ പോരെ, ജിബാറ് അങ്ങനെയല്ല ഇല്ലേ? നിങ്ങൾ പറഞ്ഞു എന്നല്ല, പറയില്ല എന്നുമല്ല. അവരൊക്കെ ഒരു തമ്മിലുള്ള ബഹുമാനം അങ്ങനെയാണ്. പിന്നെ അവിടുന്ന് എന്ത് ചെയ്യുന്നത്? ഓതാൻ പോകുന്നത്. പിന്നെ കൈപ്പറ്റ ഉസ്താദ് എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ അവിടുത്തെ സിഫത്തുകളും വിശേഷണങ്ങളും
അവിടുത്തെ മധുഹുകളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. ഒന്നിപ്പോൾ പറഞ്ഞാൽ ഇപ്പം നമ്മളെ വിഷയം എവിടെ എത്തൂല. അങ്ങനെ ഓക്കെ ഉസ്താദിൻ്റെ ദർസിലെത്തി 3 വർഷം. അന്ന് വലിയ കിതാബ് ഓതുന്നവരാണ് സുൽത്താനുൽ ഉലമ പോലെയുള്ള തിരൂരങ്ങാടി ബാപ്പുസ്താദ്. അങ്ങനെ തുടങ്ങി. അവരൊക്കെ പറ്റി പറയൽ എൻ്റെ കാക്കാരെന്നാണ്. ആര് പറയൽ? റയീസുൽ ഉലമ. എപ്പോഴും അഭിസംബോധന ചെയ്യും. റയീസുൽ ഉലമയുടെ ശരീക്കന്മാരാണോ അല്ലെങ്കിൽ സീനിയർമാർ? ചില കിതാബിലൊക്കെ ഒന്നിച്ചുണ്ടെങ്കിലും കോളേജിൽ പോകുന്ന കിതാബൊക്കെ ഓതുന്നതിൽ അവരൊക്കെ ആരാണ്? അതിൽപ്പെട്ടവരാണ് AP ഉസ്താദ്, തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ്, അതുപോലെ ആനക്കര അതുള്ള കുട്ടി എൻ്റെ ഉസ്താദും കൂടിയാണ്. അപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞു അതും കൂടി വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രധാന ഉസ്താദാണ്, എൻ്റെ ആദ്യകാലത്തെ ഉസ്താദാണ്. പിന്നെ ഈ വഴിയിലേക്കൊക്കെ വഴി തിരിച്ച് വിട്ട ആളും ആര് തന്നെയാണ്? ആനക്കര ഉസ്താദ്. അള്ളാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. അപ്പോൾ ആനക്കര ഉസ്താദാണ്, ബാപ്പു ഉസ്താദൊക്കെയാണ് അന്ന് എല്ലാവർക്കും വായിച്ചോതി കൊടുക്കുന്ന ആളുകൾ അവിടെ. അങ്ങനെയാണ്. AP ഉസ്താദ് പിന്നെ ഓക്കെ ഉസ്താദിൻ്റെ കുറേ അവിടെ ഒതുക്കുങ്ങ കോളേജ് പണി, മറ്റേ പള്ളിപ്പണി, ഇതൊക്കെ നോക്കാൻ പറഞ്ഞേക്കൽ ആരെയാണ്? ഉസ്താദിനെ ശമ്പളം കൊടുക്കാനും അന്നെ അതിനൊക്കെ പറ്റിയ ആളായിട്ടാണ് ആരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്? സുൽത്താനുൽ ഉലമനെ തിരഞ്ഞെടുത്തത്. വെറുതെ ലീഡറല്ല. അങ്ങനെ എൻ്റെ കാക്കാരിൽ നിന്നാണ് റയീസുൽ ഉലമ ആരെക്കുറിച്ച് അഭിസംബോധനം. അങ്ങനെ ഷെയ്ഖുനാൻ്റെ അടുത്ത് ഓതിയ ഒരു കുട്ടികളെ കണ്ടാൽ നമ്മളൊക്കെ ഒരു ബാപ്പാൻ്റെ മക്കളാണ് എന്നാണ് പറയുക. എന്നാലും ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പള്ളിക്ക് ചെന്ന് ഇരുന്നപ്പോൾ ഞങ്ങൾ ബന്ധുക്കളാണല്ലോ, എൻ്റെ മകൻ മകളെ കെട്ടിയിരിക്കണ്, ഉസ്താദിൻ്റെ ചെറിയ മോളെ കല്യാണം ചെയ്തേക്ക്. ഉസ്താദ് ഉണ്ടാക്കിയ പങ്കിട്ട് തന്നെയാണ് കല്യാണം ചെയ്തേക്കണ്. എൻ്റെ മൂത്ത മോൻ ഉസ്താദിൻ്റെ ചെറിയ മോളെ. അപ്പോൾ ഞാൻ കുറേ വർത്തമാനം പറഞ്ഞ് ഞാൻ പറഞ്ഞു എൻ്റെ പെണ്ണുങ്ങളുണ്ടാവും നിങ്ങൾക്ക് വെള്ളം എടുത്ത് വെച്ചിട്ട്, നിങ്ങളെൻ്റെ പെണ്ണുങ്ങളെ ചെറിയ മോളെ അമ്മോസനാണ്, കുടിച്ചിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ പെണ്ണുങ്ങളെ മാത്രമല്ലല്ലോ പറഞ്ഞത്, ആരും കൂടിയാണ്? ഉസ്താദിൻ്റെയും കൂടി മോളെ അമ്മോസന്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം അതല്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം നമ്മൾ ഷെയ്ഖുനാൻ്റെ മക്കളാണ്. അതിനാണ് മെജോറിറ്റി, അതിനാണ് സ്ഥാനം. നമ്മളാരാണ്? ഒരു വാപ്പാൻ്റെ മക്കളാണ്. ബുഖാരിയിലെ കുട്ടികൾ ബുഖാരീൻ്റെ മക്കളാണ്, ഇവിടുത്തെ ഉസ്താദന്മാരെ മക്കളാണ്. അങ്ങനെയാണ് 3 വർഷം 8 കിതാബ് ഓതുകയും 8 കിതാബ് ദർസ് നടത്തുകയും ചെയ്തിരുന്നൊരു ജീവിതമായിരുന്നു ആ 3 കൊല്ലത്തെ ജീവിതം. അപ്പോൾ ഓക്കെ ഉസ്താദ് ചെറിയ താഴെയുള്ള കുട്ടികൾക്ക് ഓതിക്കൊടുക്കാൻ ഏൽപ്പിക്കണമെങ്കിൽ തൻ്റെ കൽബിൽ ആരെപ്പറ്റിയൊരു കതിറുണ്ട്. റയീസുൽ ഉലമനെ കുറിച്ച് എന്തുണ്ട്? 8 കിതാബ് ഓതുകയും 8 കിതാബ് ഓതിക്കൊടുക്കുകയും ചെയ്തു എന്നപ്പോൾ അന്നലെ എന്നോട് സംസാരിച്ചത്. ഇപ്പം നിങ്ങളെ ഈ പരിപാടി നമുക്ക് ഉസ്താദിനായിട്ടൊന്ന് സംസാരിക്കാൻ വലിയൊരു സൗകര്യമായി. അങ്ങനെ ഉണ്ടാവുമല്ലോ, അവർ നിയമത്തായിട്ട് നമ്മൾ കാണണമല്ലോ, മനസ്സിലായോ? അതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും ഇഹ്യാ സുന്നയിലേക്ക്. ഓക്കെ ഉസ്താദ് എവിടെ നിർത്തുന്നത്? ഇഹ്യാ സുന്നയിൽ മുദരിസാക്ക് 1966. അപ്പോൾ 1943 ജനിച്ച് 66 ഇഹ്യാ സുന്നയിൽ മുദരിസാകുമ്പോൾ വയസ്സെത്ര? വയസ്സ് നിങ്ങൾ പറയണോ? എത്ര? 23 വയസ്സ്. എത്ര? 23 വയസ്സാകുമ്പോൾ ഇഹ്യാ സുന്നയിൽ മുദരിസാകുമ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇവിടെ ശമ്പളമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിക്കാണ്ട് എൻ്റെ മുദരി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ശമ്പളം കിട്ടിയിട്ടല്ലല്ലോ ഭക്ഷണം കഴിച്ചത്, ഞാൻ ഇതുവരെ ഭക്ഷണം കിട്ടിയിട്ടല്ലല്ലോ, ശമ്പളം കിട്ടിയിട്ടല്ലല്ലോ കഴിച്ചത്, ഞാൻ ഒരു മുത്താലിമിൻ്റെ ജീവിതമായിട്ടാണ് കാണുന്നത്. ആരും പറഞ്ഞു? റയീസുൽ ഉലമയും മറുപടി പറഞ്ഞു, അന്ന് ആ തുടക്കം കുറിച്ച ആ ദർസ് ഇന്നും 1900 എത്ര വർഷമായി? 34, 25 എത്ര കൊല്ലമായി? 66 34 25 ഇപ്പോൾ ഇവിടെ 25 കൂട്ടി എത്ര ഉണ്ടാവും? 59 വർഷം. 60 വർഷത്തിലേക്ക് മുട്ടാണ് ആ ദർസ്. ഇഹ്യാ സുന്നയിൽ ആ സീറ്റിലിരുന്നിട്ടുള്ള ദർസ്. പിന്നെ അവിടെ കോളേജിൽ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായി. അപ്പോൾ അന്ന് ചാപ്പനങ്ങാടി വാപ്പൂലൊരു പാപ്പ അതിനോട് ഓരോക്കെ ഉസ്താദ് പറഞ്ഞാണ്, കോളേജൊക്കെ പൂട്ടിയല്ലോ, ഇഹ്യാ സുന്നക്ക് അങ്ങനെ ഇതുണ്ടായല്ലോ, രാഷ്ട്രീയക്കാരെ കുതന്ത്രങ്ങളെ കൊണ്ട് കോളേജ് പൂട്ടുമ്പോൾ ഞാൻ ഒരിക്കൽ ഓക്കസ്താദിനെ കാണാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കസ്താദ് പറഞ്ഞു, എന്നോട് ബാപ്പൂലേര് ഇടക്ക് പറയലുണ്ട് ചാപ്പനങ്ങാടി, സുലൈമാൻ മൂലേരെ കോളേജിൽ നിന്ന് ഒഴിവാക്കരുത് കേട്ടോ എന്ന് പറയലുണ്ട്.
ഒഴിവാക്കരുതിട്ടോന്ന് പറയലുണ്ട്. എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണ് ആ പറയുന്നതെന്ന്. കാരണം ഉസ്താദിനെ മനസ്സിൽ ഒഴിവാക്കണം എന്നില്ല, സുലൈമാൻ ഉസ്താദിന് പോകണമെന്നില്ല, പിന്നെ എന്തിനപ്പോൾ അത് പറയുന്നത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് സുലൈമാൻ ഉസ്താദിനെ ഒഴിവാക്കണം അല്ലെങ്കിൽ കോളേജ് പൂട്ടുമെന്ന് അറിഞ്ഞു കണ്ട് അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ കുതന്ത്രത്തിൽ കൂടി കമ്മിറ്റി പ്രശ്നം ഉണ്ടാക്കിയത്. അന്നാണ് കോളേജ് പൂട്ടുന്നത്. അപ്പം എന്നോട് ഷെയ്ഖുന പറഞ്ഞു, ഇപ്പം എനിക്ക് മനസ്സിലായി ബാപ്പു വലിയൊരു പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു സംഗതി വരും എന്നുള്ളതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് സുലൈമാൻ മൗലരെ ഒഴിവാക്കിയിട്ട് അവിടെ ഒരു കോളേജ് ഇല്ല എന്നറിഞ്ഞു. സുലൈമാൻ മൗലരെ ഒഴിവാക്കിയിട്ട് എന്തില്ല, അവിടെ ഒരു കോളേജ് ഇല്ല. എൻ്റെ തീരുമാനം അതാണ് കാര്യം. പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഒരു വട്ടം ഒന്നുമല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇയാസുന്ന എന്നത് സുലൈമാൻ ഉസ്താദിൻ്റെ കോളേജാണ്. അങ്ങനെ ഷെയ്ഖിനെ ഏൽപ്പിച്ചു. എല്ലാ പ്രതിസന്ധികളും നിലനിർത്തി പോന്നു. ഇന്നും റാഹത്തായി നിലനിന്ന് പോരുന്നു. അള്ളാഹു ആ മധുരം ആസ്വദിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ. ഉസ്താദിൻ്റെ റഈസുൽ ഉലമയുടെ സമസ്തയിലേക്കുള്ള വരവും അതേപോലെ തന്നെ സംഘടനാപരമായ ഒരു കാഴ്ചപ്പാടും. റഈസുൽ ഉലമക്ക് സംഘടനയോട് വിധേയത്വമുണ്ട് എന്ന് എവിടുന്ന് കിട്ടി? അങ്ങനെ സമസ്തൻ്റെ പല വാർഷികങ്ങളും നടന്ന സദസ്സിൽ ഒരു ശ്രോതാവായിട്ട് ആര് പങ്കെടുത്തിട്ടുണ്ട്? ഉസ്താദ് പങ്കെടുത്തിട്ടുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ മുത്തഅല്ലിമാകുന്ന കാലത്ത് തന്നെ ചിട്ടകത്ത ജീവിതം, ഉറവ്, തെക്കുവ, ഒരു മുത്തഅല്ലിമിനുണ്ടാകേണ്ട എല്ലാ ഗുണങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരുന്നു ആര് ജീവിച്ചിരുന്നത്? റഈസുൽ ഉലമ ഉസ്താദ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഓതിക്കൊടുത്ത ഉസ്താദുമാരുടെ കൽബിൽ ആരെക്കുറിച്ച് നല്ല സ്ഥാനം പിടിച്ചിട്ടുണ്ട്. റഈസുൽ ഉലമനെക്കുറിച്ച് നല്ല സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആ ഒരു കുരുത്താണ് ആർക്കുള്ളത്? എന്നോട് പറയും, നമുക്കൊക്കെ നമ്മൾ ഷെയ്ഖുനാൻ്റെ ആൾക്കാർ, നമ്മളെ അള്ളാഹു കുഴക്കൂല ഒട്ടിയാൽ, നമ്മളെ അള്ളാഹു എന്ത് ചെയ്യൂല, കുഴക്കൂല എന്ന് പറയും. ആര്? റഈസുൽ ഉലമ പറയും, അള്ളാഹു ഇതുവരെ കുഴക്കിയിട്ടുമില്ല, നമ്മളെ കുഴക്കാതെ ഇരിക്കട്ടെ. നമ്മളാ പറഞ്ഞായിരുന്നു നിന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്കൊക്കെ അള്ളാഹ് ഇനിയും പറഞ്ഞായിരുന്നു നിൽക്കാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറയും. ഉസ്താദ് എന്നാൽ സമസ്തനോട്, ഈ പ്രസ്ഥാനത്തിനോടും ആർക്ക് മനസ്സിൽ വലിയ വിധേയത്വമുണ്ട്. പിന്നെ ഉസ്താദ് ഒക്കെ ശ്രദ്ധിക്കും. പഴയ കാലത്ത് നടന്ന സമസ്ത വാർഷികത്തിൽ പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ ഇന്നും ആർക്കും ഓർമ്മയുണ്ട്. വലിയ വലിയ മഹാന്മാരെ അധ്യക്ഷന്മാരാക്കി കൊടുന്ന് അവരോരിയ ആയത്തുകൾ, അതിൻ്റെ അർത്ഥങ്ങൾ, പൊരുളുകൾ, അവരുദ്ദേശിച്ചതൊക്കെ ആർക്കും ഓർമ്മയുണ്ട്. സമസ്തൻ്റെ പല വാർഷികങ്ങളിലും ആര് പങ്കെടുത്തിട്ടുണ്ട്? ഉസ്താദ് കുട്ടിക്കാലത്ത് തന്നെ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഉസ്താദ് സജീവമായി സംഘടനാ രംഗത്തൊന്നും ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. പക്ഷെ മനസ്സിൽ ആർക്കൊരു സപ്പോർട്ടുണ്ട്, സമസ്തക്ക് എന്തുണ്ട്, ഒരു സപ്പോർട്ട്. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് 989 ഏതുണ്ടാകുന്നത്? സമസ്തയിൽ പിളർപ്പുണ്ടാകും. നമ്മളെ താജുൽ ഉലമ വലൗകാന വഹദി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് ഞാനൊരു ദിവസം കോളേജിലേക്ക് ചെന്നപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട്, ഒരു ഗൗരവത്തിൽ സംഗതി. അപ്പോൾ ഈ ദേഷ്യമുള്ള സമയത്തൊക്കെ അത്തരം ആളുകളെ തണുപ്പിക്കുന്ന ഒരു പണി എനിക്കുണ്ട്. വടകര അഹമ്മദായി പാപ്പ വലിയ ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാൻ തണുപ്പിക്കലുണ്ട്. കുണ്ടൂർ സ്ഥലത്ത് ദേഷ്യം വന്നാൽ ഞാൻ തണുപ്പിക്കലുണ്ട്. അങ്ങനെ ദേഷ്യം വരുന്നിടത്തൊക്കെ എന്ത് ചെയ്യും? തണുപ്പിക്കും. അത് ഒരു തൗഫീഖാണ്. തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രീതി, തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രീതി അത് അലിബാക്കവ്യാവുക എന്നുള്ളതാണ്. അതിനൊക്കെ കയ്യോ. അപ്പോൾ ഞാൻ ഒരിക്കൽ ചെന്നപ്പോൾ വലിയ ദേഷ്യത്തില്ല. അപ്പം എന്നോട് ഹാദിമ് പറഞ്ഞു, പെരുന്നാളൊക്കെ ആട്ടിക്കേണെന്ന് എന്ന് പറഞ്ഞു. പെരുന്നാളൊക്കെ ആട്ടിക്കേണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സലാം പറഞ്ഞാണ് കിടന്നു. അത് ബന്ധം നടക്കണതിൻ്റെ മുമ്പാണ് ഞങ്ങൾ തമ്മിൽ. പിന്നെ ആട്ടാം, മറ്റേ ബന്ധവും അങ്ങനെ ആട്ടാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ സലാം പറഞ്ഞ് കിടന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യലില്ല, കടന്നേക്ക് സംസാരിക്കൂല, അവിടെ ഇരിക്കുള്ളൂ. അവിടെ ഇരുന്ന് ഇങ്ങനെ പതുക്കെ നമ്മൾ ചെന്നൈക്കാൻ എന്ത് ചെയ്യരുത്, വർത്തമാനം പറയാൻ പാടില്ല അവരോടൊന്നും. ഇരുന്ന് മനസ്സിനൊക്കെ ഒരു തണുപ്പ് വന്ന് റാഹത്തായിട്ട് നമ്മൾ സംസാരമൊക്കെ തുടങ്ങാൻ പാടുള്ളൂ. അതുപോലെ തൃപ്തിപ്പെടുന്ന വിഷയം കൊണ്ട് തുടങ്ങണം, വേറൊന്നും ചെയ്യാൻ പാടില്ല.
ഓൽ തൃപ്തിപ്പെടാത്ത വിഷയം കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല. ഓൽക്കൊക്കെ ഇഷ്ടപ്പെടുന്ന താല്പര്യപ്പെടുന്ന കുറേ വിഷയങ്ങളുണ്ട്. കിതാബിൽ ഇഷ്കാലി ചോദിക്കുക. ഞാനൊക്കെ ഹിക്കമ്പ് ചിലപ്പം എന്ത് ചെയ്യും, ഇഷ്കാലി തീർക്കാൻ പോകും. അതൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമാണ്, റാഹത്തായിട്ട് പറഞ്ഞു തരും അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നേക്കാൻ എന്നോട് ഇങ്ങോട്ട് തുടങ്ങി സംസാരം. എന്നോട് തുടങ്ങി എന്താ ഞാൻ സമസ്തയിൽ വന്നത് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ചോദിച്ചിട്ടോട്ട് വലിയ ഗൗരവത്തിൽ. ഞാൻ സമസ്തയിൽ നിൽക്കണം എന്താ നിങ്ങൾക്ക് അറിയോ? 2-3 വട്ടമായിട്ട് ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞു എനിക്കത് അറിയേണ്ട ആവശ്യമില്ല, ഞാൻ ഉസ്താദ് നിൽക്കണോടത്ത് ഞാൻ നിൽക്കും. അത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആര് നിൽക്കണോടത്ത് നിൽക്കും, ഉസ്താദ് നിൽക്കണോടത്ത് ഞാൻ നിൽക്കും, ഞാൻ ഉണ്ടാവും. അത് നമ്മൾ കൊണ്ടൂർ ഉസ്താദിനോടും പറഞ്ഞ വാക്കുകളാണ്. അപ്പം കിട്ടും മനസ്സും കിട്ടായി. അത് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ ഒരു അവലംബം എപ്പോഴും വേണം. നമ്മൾ ന്യായം പറഞ്ഞു പോകരുത്. ഓല് പറഞ്ഞു കൊടുത്ത് ആര് നിൽക്കണം, നമ്മൾ നിൽക്കണം. അപ്പോൾ ഉസ്താദിനെ ഈ ചില ഏതോ അയസനി പ്രസ്ഥാനം വിട്ടു പോയിട്ടുണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ സംഗതി. അതിനെപ്പറ്റി എന്തോ ആരോ സംസാരിച്ച് കണ്ട് വല്ലഭായതാണ്. ആർക്ക് സംഭവം അതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി വിഷയം. ഞാൻ പറയാത്തൊരു വിഷയമാണ് പറയേണ്ടത്. ഞാൻ ഈ സമസ്തയിൽ നിൽക്കുന്നത് എന്താ നിങ്ങൾക്കറിയോ? അപ്പോൾ ഞാൻ 2-3 വട്ടം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതറിയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ഉസ്താദുള്ളടുത്ത് ഞാൻ ഉണ്ടാവും, ഞാൻ നിൽക്കും, എൻ്റെ തൊരിയൊക്കെ അങ്ങനെയാണ് പറഞ്ഞു. അപ്പോൾ ഉണ്ട് ശാന്തായിട്ട് ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ 1989 സമസ്തയിലൊരു പിളർപ്പുണ്ടായിക്കണമെന്ന് എന്നോട് ഓതുന്ന കുട്ടികൾ എന്നോട് ഇവിടെ വന്ന് പറഞ്ഞു. അന്ന് ഇയാസുന്ന അയസനി ബിരുദമൊന്നും തുടങ്ങിയിട്ടില്ല. അത് 90-ന് ശേഷമാണ്, 91-ലാണ് തോന്നുന്നുണ്ട്. 90 ഞാൻ മുദരീസായ ഫസ്റ്റിലെ കൊല്ലം കഴിഞ്ഞ് 2ാമത്തെ കൊല്ലമാണ്. ഞാൻ 90-ലാണ് ഫസ്റ്റിൽ മുദരീസായത്, 91-ലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ സമസ്തയിൽ നിൽക്കണതേ. ഞാൻ ഒരു ദിവസം ഇങ്ങനെ നേരം വെളുത്തപ്പോൾ കുട്ടികൾ നിന്നിട്ട് പറഞ്ഞു ഇങ്ങനെ സമസ്തയിൽ ഒരു കൂട്ടർ പുറത്താക്കിക്കണ് 2 കേട്ടപ്പോൾ കുട്ടിയെ ഞാനത് പേടിച്ചു. ഈ സുന്നത്ത് ജമാഅത്തിലാണല്ലോ. അപ്പോൾ അവരുടെ ഒരു ആദർശം നോക്കണം. പ്രസിഡൻ്റല്ല, സെക്രട്ടറി അല്ല, മെമ്പർ പോലും അല്ല. അപ്പോഴാണ് ഈ പറയേണ്ടത് ദീനിൽ സുന്നത്ത് ജമാഅത്തിലൊരു ഭിന്നിപ്പുണ്ടാകുക എന്ന് കേട്ടപ്പോൾ ഞാനാകാണ്ട് പേടിച്ചു. എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടിയില്ല. അവരൊക്കെ ഒരു മനസ്സങ്ങനെയാണ്. ഞാൻ ഉടനെ അവിടുന്ന് എന്ത് ചെയ്തു, തുണിപ്പായം മാറ്റി നമ്മളെ ഷെയ്ഖുനാൻ്റെ അടുത്ത് കണ്ട് പോയി. ഞാൻ ഷെയ്ഖുനാൻ്റെ അടുത്താണ് ചെന്ന്. ഇപ്പോൾ ദർശ എടുക്കണ സമയമാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഷെയ്ഖുനുണ്ട് കൊലൈമൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എൻ്റെ സെല്ലിൽ കണ്ടപ്പോൾ ഷെയ്ഖുന വലിയ ഇൽമുൽ ഫിറാസത്തുള്ള ആളാണ്. മുഖം കണ്ടാൽ മനസ്സിലാവും എന്തോ ഒരു പ്രശ്നമായിട്ട് വരികയാണെന്ന്. ആർക്കറിയാം? ഷെയ്ഖുനാക്ക് മനസ്സിലായി. ഷെയ്ഖുന അവിടുന്ന് നീണിച്ച് കൊണ്ട് വന്നിട്ട് എന്തേ ഇപ്പം നേരത്തെ കൊണ്ട് പോകുന്നത്, എന്തേപ്പോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം കേൾക്കുന്നുണ്ട്, സമസ്തയിൽ ഇങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടായിക്കണ്, നമ്മളിപ്പം എന്താ കാട്ടുക, ഞാൻ ബേജാറായിട്ട് പോന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖുന കുറച്ച് നേരം ഇങ്ങനെ മുണ്ടാതെ നിന്ന് കണ്ട് എന്നോട് പറഞ്ഞു നിങ്ങളെ ഉള്ളാളത്തെ തങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നോളി, അവിടെ ഹക്കുണ്ടാവും. നിൽക്കുന്നിടത്ത് ഉള്ളാളത്തെ പാപ്പ നിൽക്കുന്നിടത്ത് നിന്നോളി, തങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നോളി, മൂപ്പര് ഹക്കേ പറയുള്ളൂ. ഈ വാക്കുകൾ കിട്ടിയപ്പോൾ സന്തോഷമായി. ഷെയ്ഖുനൊക്കെ ഒരു തീരുമാനം തന്നല്ലോ, കുട്ടിയെ ഇനി ലോകം ഒന്നായിട്ട് മാറാൻ പറഞ്ഞാലും സുലൈമാൻ മാറൂല. എന്നോട് പറയാ, എന്നോട് ആര് പറഞ്ഞതാ നമ്മളെ ഷെയ്ഖുന പറഞ്ഞത്. ആരപ്പം നിൽക്കാൻ താജുലുലമൻ്റെ കൂടെ നിൽക്കാൻ. ഞാൻ അതുകൊണ്ടാണ് കുട്ടി ഇതിൽ ഉറച്ച് നിൽക്കുന്നത്. നമ്മുടെ സമയത്തിന് പരിമിതിയുണ്ട്, ഇനി ഒരുപാട് കേൾക്കേണ്ടതുണ്ട്. ഉസ്താദിൻ്റെ സാധാരണഗതിയിൽ ആത്മീയ ലോകത്തെ മശായിഖുമാർ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഞാൻ ഇന്നലെ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എനിക്ക് പ്രത്യേക മശായിഖന്മാർ ഒന്നും അങ്ങനെ ഇല്ല.
എന്നെ ദർസിൽ പഠിപ്പിച്ച ഉസ്താദുമാർ തന്നെയാണ് ആര്? ഇന്നലെ പറഞ്ഞ ഇബാറത്ത്, എൻ്റെ ദർസിൽ പഠിപ്പിച്ച എൻ്റെ ഉസ്താദുമാർ തന്നെയാണ് ആര്? എൻ്റെ മശായിഖന്മാർ. അപ്പോൾ ഞാൻ ചോദിച്ചു, കുത്തുബി തങ്ങളായിട്ട് ഉസ്താദിനൊരു ബന്ധമില്ലേ എന്ന് ചോദിച്ചു. അത് ഞാൻ ഹദ്ദാദിൻ്റെ ഇജാസത്ത് വാങ്ങാൻ പോയിരുന്നു. ഹദ്ദാദിൻ്റെ ഇജാസത്ത് വാങ്ങാൻ പോയിരുന്നു. അപ്പോൾ ഹദ്ദാദിൻ്റെ ഇജാസത്ത് ചോദിച്ചപ്പോൾ കുത്തുബി പറഞ്ഞു, അത് തുടങ്ങിപ്പെടുക്കണവർക്കും അവസാനിക്കണവർക്കും മധ്യത്തിലുള്ളവർക്കും ഒക്കെ ആവശ്യമുള്ളതാണ് ഏത്? ഹദ്ദാദ്. എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ഏത്? ഹദ്ദാദ്. ഹദ്ദാദ് മുടങ്ങാൻ പാടില്ല. അങ്ങനെ ഞാനും കുത്തുബിയും കൂടി ഹദ്ദാദിലൊരു ബന്ധമുണ്ട്. പിന്നെ എൻ്റെ ത്വരീക്കത്തിൽ എനിക്കുള്ള ത്വരീക്കത്ത് ജിഷ്തി ത്വരീക്കത്താണ്. അജ്മീർ ഖാജ ജിഷ്തി ത്വരീക്കത്താണ്. അതിൽ എൻ്റെ ഷെയ്ഖ് പനമ്പുഴക്കൽ മുല്ലക്കോയ തങ്ങൾ, ജമലുല്ലൈരി മുല്ലക്കോയ തങ്ങളാണ് എൻ്റെ ഷെയ്ഖ്. മനസ്സിലായ? അപ്പോൾ ആ ഷെയ്ഖിനെ പറഞ്ഞു കണ്ട് തന്നെയാണ് ജിഷ്തി ത്വരീക്കത്ത് ഉസ്താദ് എനിക്ക് തന്നിട്ടുള്ളത്. എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അജ്മീർക്ക് പോകുമ്പോൾ ഇത് കൈ പിടിച്ചോളി എന്ന് പറഞ്ഞു കണ്ട് ജിഷ്തി ത്വരീക്കത്ത് ആര് തന്നിട്ടുണ്ട്? സുലൈമാൻ ഉസ്താദ് നമുക്ക് തന്നിട്ടുണ്ട്. വലിയ അസറുമാണ് ജിഷ്തി ത്വരീക്കത്ത്. പിന്നെ ഒരുപാട് മഹാന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്വലാത്ത് ചെല്ലാൻ ദലായിലുൽ ഖൈറാത്ത്, അസ്മാഉൽ ബദറൊക്കെ ചൊല്ലാനുള്ള ഇജാസത്ത് കക്കടിപ്പുറത്തെ മൗലവി പാപ്പ തന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ചെന്ന് കക്കടിപ്പുറത്തെ മൗലവി പാപ്പാട് ഖാദിരി ത്വരീക്കത്ത് ചോദിച്ചു. എനിക്കൊരു ഖാദിരി ത്വരീക്കത്ത് കിട്ടേണ്ടിയിരുന്നു ദർസൊക്കെ തുടങ്ങിയതിന് ശേഷം. അപ്പം എന്നോട് പറഞ്ഞു, എനിക്കതിന് ഇജാസത്ത് തരാനുള്ള അധികാരമൊന്നുമില്ല. ആരെ പറഞ്ഞിട്ട് നോക്കണം. ഇന്നിപ്പോൾ നമ്മളൊക്കെ ശേഖന്മാരാ. അങ്ങനെയാണല്ലോ. നിങ്ങൾ ശേഖ ആകാൻ പറ്റും. അള്ളാഹു പുതിയ കാലത്ത് അങ്ങനെയാണല്ലോ. അങ്ങനെ പുതിയ കാലത്ത് അങ്ങനെ സ്വന്തം തശയ്യുഖാണ്. ഉസ്താദിൻ്റെ മശായിഖ്മാരെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഇൽമിൻ്റെ അഹ്ലുകാരാണ് എന്നുകൂടെയാണല്ലോ മനസ്സിലാകുന്നുണ്ട്. അല്ലാതെ എവിടെയോ കണ്ട എവിടെയുള്ള ആൾക്കാരല്ല. പിന്നെ കക്കടിപ്പുറത്തെ പാപ്പ വലിയ ഇൽമിൻ്റെ ആളാണ്, മുദരീസാണ്. കുത്തുബി തങ്ങൾ വലിയ ഇൽമിൻ്റെ അഹ്ലുകാരനാണ്. അതുപോലെ കക്കടിപ്പുറത്തെ പാപ്പ സ്വലാത്ത്, അസ്മാഉൽ ബദർ, ഇജാസത്ത്. അതുപോലെ തന്നെ ഈ ഖാദിരി ത്വരീക്കത്തിന് പിന്നെ കക്കടിപ്പുറത്തെ പാപ്പാൻ്റെ വാക്കിൽ ഇഷാറത്ത് വന്നത് ചാപ്പനങ്ങാടി വാപ്പൂലർ. അപ്പം ചാപ്പനങ്ങാടി വാപ്പൂലർ പാപ്പ നിറഞ്ഞ ആലിമാണ്, കുണ്ടൂർ ഉസ്താദിൻ്റെ ഷെയ്ഖുമാണ്. വാപ്പൂലർ പാപ്പയോട് ചെന്നിട്ട് ഞാനിങ്ങനെ ഒരു ആഗ്രഹമായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ വാപ്പൂലർ പാപ്പ പറഞ്ഞ വാക്കെന്താ? അതിപ്പോൾ ആരാ ഇജാസത്ത് തരാൻ അർഹതയുള്ളവരിപ്പോൾ ആരാ? ഇവിടെ ആരും ഇല്ലല്ലോ. അത് വാക്ക് നോക്കണം. ഞാൻ തന്നെയാണ് പറഞ്ഞ് കൊടുക്കല്ല. അതിപ്പോൾ ഇജാസത്ത് തരാൻ അർഹതയുള്ളവർ ആരും ഇല്ലല്ലോ. എനിക്ക് കിട്ടിയൊരു ഇജാസത്തിടെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. എന്താ ഇജാസത്ത്? ഖാദിരി ത്വരീക്കത്തിൽ അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മ്, അള്ളാഹിൻ്റെ 99 അള്ളാഹു തആല കുറേ അസ്മാ ഉണ്ടല്ലോ, അസ്മാവിൽ നിന്ന് ഏതെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് ഒരു ദിവസം 100 പ്രാവശ്യം കൽബിയായിട്ട് ചെല്ലണം, ലിസാനിയായിട്ടല്ല. എങ്ങനെ? കൽബിയായിട്ട് ചെല്ലണം. ഞാൻ ചെല്ലല് അള്ളാഹുൽ കാഫി എന്നാണ് ഞാൻ ചെല്ലല്. ആര് ചെല്ലല്? പാപ്പുല്ലർ പാപ്പ. എന്നാൽ ഞാനും അത് ചൊല്ലിക്കോളാം. നിങ്ങളത് ചൊല്ലിക്കോളി എന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? റയീസുലുലമ പറഞ്ഞു. അള്ളാഹുൽ കാഫി എനിക്കും പറഞ്ഞു തന്നിക്കണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അള്ളാഹുൽ കാഫി, അള്ളാഹു തആല, അള്ളാഹിൻ്റെ അസ്മാവ് കൊണ്ട് നമുക്ക് ഷുഗലാകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അപ്പം അവരൊക്കെ കൽബ് എപ്പോഴും ഈ അസ്മാവ് സിഫാത്തിൽ ജോലിയാണ്, ഷുഗല. അതുകൊണ്ട് വലിയ വലിയ മഹാന്മാരൊക്കെ മൂപ്പരൊക്കെ അതേ ആ തൊള്ളേ, വടകര അമ്മദായി പറഞ്ഞു, ആ തൊള്ളേ പേടിക്കേണ്ട തീയാണ്. ആ തൊള്ളിയിൽ, ആ തൊള്ളിയിൽ നിന്ന് എന്തെങ്കിലും വീണാൽ വീണത് തന്നെയാണ്. ആരെപ്പറ്റി? സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് ഒക്കെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ കൂടുതൽ ഒലിയുണ്ടെങ്കിൽ അതാകാൻ പറ്റിയ ആൾ സുലൈമാൻ മുല്ലേരാണെന്ന്. ശിഷ്യനെ പറ്റി ആര് പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അവിടുന്ന് പറഞ്ഞു തന്നതല്ല കേട്ടോ. ഇതൊന്നും ആര് പറഞ്ഞു തന്നതല്ല, അവിടുന്ന് പറഞ്ഞു തന്നതല്ല. അപ്പോൾ
അങ്ങനെയാണ് അവരെ. പിന്നെ വടകര ഓറെ ക്ഷണിക്കാൻ പോയ കഥ പറയും. അവർ രസകരമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ആരൊക്കെ ഉള്ളോ ചോദിച്ചാലോ, ഈ സുന്നിക്ക് ഈ സന്നദ്ധദാനത്തിന് ക്ഷണിക്കാൻ ചെന്നപ്പോൾ ആരൊക്കെ അവിടെ വേറെ ഉണ്ടാകുക ചോദിച്ചാലോ, അവർ നേതാവിനെ പറഞ്ഞു. അത് നമുക്ക് വേണ്ട അറിഞ്ഞല്ലോ നേതാവിനെ പറഞ്ഞപ്പോൾ. അപ്പോൾ ഉസ്താദ് പാപ്പാനോട് പറഞ്ഞല്ലോ, നിങ്ങൾ നമുക്ക് വേണമെന്ന്. ഉസ്താദിൻ്റെ ഈ വാർത്ത എങ്ങനെ, നിങ്ങൾ നമുക്ക് വേണം. പിന്നെ രണ്ടാമതൊരാളെ പറഞ്ഞു അതും നമുക്ക് വേണ്ടാന്ന് പറഞ്ഞല്ലോ. ആര് വടകര അമ്മദായി പാവ. അപ്പോഴും പറഞ്ഞല്ലോ ഉസ്താദ്, നിങ്ങൾ നമുക്ക് വേണം. ആര് നമുക്ക് വേണം? അങ്ങനെ അമ്മദായി പാപ്പ സന്നിധാനത്തിന് വന്നിട്ട് പ്രസംഗിച്ചു. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന ഒക്കെ പറഞ്ഞു ഇന്നലെ. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അതിനർത്ഥം പറഞ്ഞത് അള്ളാഹിനെ ഭയപ്പെടുന്നവരാരാണ്? ആലിമീങ്ങളാന്ന് പറഞ്ഞ ആലിമീങ്ങൾക്ക് അക്കീദ അറിയുള്ളൂ. ഇൽമുള്ളവർക്ക് എന്താ അറിയുള്ളൂ? അക്കീദ അറിയുള്ളൂ. നിർത്തട്ടാ, ഇത് പറഞ്ഞാൽ തീരൂല. റഈസുലുലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. സുലൈമാൻ ഉസ്താദും റഈസുലുലമയും സുൽത്താനുലമയുമുള്ള ഒരു ബന്ധം പഠനകാലത്ത് തന്നെ ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ സംസ്ഥയുടെ സാരഥ്യത്തിലായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. 25ാം വാർഷികം പറയാൻ ചെന്നപ്പോൾ, 25 കൊല്ലമായുള്ള സന്തോഷം പറയാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, അത് ഞാൻ സമ്മതം തന്നിട്ടുണ്ട്, ഡേറ്റും കാര്യമൊക്കെ നേതാവിൻ്റെ അടുത്ത് പോയി വാങ്ങിക്കോളി, മൂപ്പരാണ് തീരുമാനിക്കുക. ഉസ്താദിൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു, റഈസുലുലമ ഇങ്ങനെ പറഞ്ഞത് ഞാൻ തന്നെയാണ് തീരുമാനിക്കുക, ഷെയ്ഖുനാൻ്റെ കോളേജാണ്, എനിക്ക് പറ്റണ ദിവസം വെച്ചാൽ മതി. അങ്ങനെ ഉസ്താദിൻ്റെ പറഞ്ഞ ഡേറ്റിനാണ് പരിപാടി വെച്ചത്.